പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമുയരുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസുകാർ ട്രെയിൻ തടഞ്ഞു പ്രതിഷേധിക്കുകയാണ്. മലബാർ എക്സ്പ്രസിന്റെ എഞ്ചിന് മുകളിൽ കയറിയാണ് പ്രതിഷേധം. രാഹുൽ കെ വി വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഹുൽ, പ്രതിപക്ഷ സംഘടനകളൊക്കെ ഓരോന്നായി പ്രതിഷേധവുമായി ഇറങ്ങുകയാണ്. ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഉണ്ടായിരുന്നു കോഴിക്കോട്, അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ കടുത്ത പ്രതിഷേധം. ഇപ്പോഴും പ്രതിഷേധമൊക്കെ അവിടെ തുടരുകയാണോ? പൂജ, പ്രതിഷേധം ആളിക്കത്തുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തതാണ് കോഴിക്കോട് ട്രെയിൻ തടഞ്ഞുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മലബാർ എക്സ്പ്രസ് 10 മിനിറ്റോളം വൈകി എന്നുള്ളതാണ്. അതായത് ട്രെയിൻ വന്ന സമയത്ത് തന്നെ പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് വന്നു. ട്രെയിന് മുൻപിൽ കയറി യൂത്ത് കോൺഗ്രസിന്റെ കൊടി കിട്ടി റെയിൽവേ ട്രാക്കിലിരുന്നും പ്രതിഷേധിച്ചു. അതുകൊണ്ട് തന്നെ മലബാർ എക്സ്പ്രസിന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മലബാർ എക്സ്പ്രസ് 10 മിനിറ്റോളം വൈകി എന്നുള്ളതാണ്. പിന്നീട് പോലീസ് വന്ന ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ മാറ്റി. അങ്ങനെയാണ് ട്രെയിൻ യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഇപ്പോഴും പ്രതിഷേധവുമായി ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. ട്രെയിൻ 10 മിനിറ്റോളം വൈകിയാണ് യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. ഇത് ഞങ്ങൾ ജനങ്ങളോടുള്ള സമരമല്ല, ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ NRCക്കെതിരെ സമരം നടത്തിയ സമയത്ത് നിയമപരമായിട്ട് നേരിട്ടപ്പോഴും സുപ്രീം കോടതിയിലടക്കം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം എന്ന് പറയുന്നത് NRC എന്ന ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയാൻ വികസന നേട്ടങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോട്ടങ്ങൾ എണ്ണി പറഞ്ഞ് പ്രതിപക്ഷം അതിനെ കവർ ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ജാതിയുടെയും മതത്തിൻ്റെ കാടിറക്കിക്കൊണ്ട് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടതന്ത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ രീതിയിൽ പ്രതിഷേധം. ഇതേ രീതിയിൽ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ്.